കയറോട് വന്ന് നെട്ടന ഇവിടത്തേക്ക്. ഈ പ്രദേശത്ത് എത്തിയപ്പോ പ്രകൃതി സുന്ദരമായ ഈ പ്രദേശത്ത് 19 കുടുംബം ഒരു കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. വളരെ സന്തോഷം കണ്ടപ്പോ എന്തോ ഞാൻ അവിടെ തന്നെ ചുറ്റി കറങ്ങി കുറച്ച് കൃഷി പ്രദേശത്തൊക്കെ നോക്കിയിട്ട് ഞാൻ എൻ്റെ തലയിൽ ഇത് കറങ്ങിയായിരുന്നു. ഇപ്പൊ എല്ലാ കുടുംബങ്ങളും വിഭജനയാകുന്ന സമയമാണ്. ഓരോ കുടുംബം വിഭജനയായിട്ട് ചേട്ടൻ അനുജനെയോ അനിയൻ ചേട്ടനോ ചെറിയച്ഛനോ വലിയച്ഛനോ വലിയമ്മയോ ചെറിയമ്മ എങ്ങനെ പറഞ്ഞ് പരസ്പരം ബന്ധമില്ലാത്ത കണ്ട് പുറം കാണിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ നടക്കുന്നത്. അങ്ങനത്തെ കാലഘട്ടത്തിൽ ഇതെല്ലാം ഞങ്ങൾ ഒരു കുടുംബമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇതെന്റെ ചേട്ടത്തിയാണ്, ഇതെന്റെ അനിയനാണ്, ഇതെന്റെ ഇളയച്ഛനാണ്, മുത്തച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊണ്ട് ചിരിച്ച് കളിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഇന്നത്തെ പ്രദേശം. മാത്രമല്ല ഈ പ്രദേശത്ത് താമസിക്കുന്ന നായ്മാർ എല്ലാ ഭാഷയും ഒരുമിച്ച് കൂടിക്കൊണ്ട് ധർമ്മഭേദമില്ലാത്ത കണ്ട് ഭാഷഭേദമില്ലാത്ത കണ്ട് ജാതി മതത്തിന്റെ ഭേദങ്ങളില്ലാത്ത കണ്ട് ഒന്നായിട്ട് നാം എല്ലാം മാനവന്മാരാണ്, മനുഷ്യന്മാരാണ്, ഞങ്ങളെല്ലാം ഒന്നാണ്, ഒരു കുടുംബമാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ് ഈ ഭാഗത്തിൽ നെട്ടനക്കാർ. തീർച്ചയായിട്ടും NSS കർണാടക നായർ സർവീസ് സൊസൈറ്റി മാത്രമല്ല വിശ്വത്തിലെ എല്ലാ നായന്മാരെ പരമായിട്ടുള്ള ഒരു അഭിനന്ദനം നിങ്ങൾക്ക് കിട്ടണം. ഞാൻ പ്രദേശത്തിന്റെ പേരായിട്ട് ഞാൻ പറയുന്നില്ല. അനവധി പ്രദേശത്ത് പോയപ്പോ കണ്ടത് എന്താന്ന് പറഞ്ഞാൽ വിഭജനങ്ങളാണ്. മാറി നിൽക്കുന്ന കൂട്ടായ്മകളും നായന്മാർക്കുള്ളതായ സ്കൂളുകൾ അനവധി സ്ഥലത്ത് സ്വന്തം സ്കൂളുണ്ട്, കോളേജുകളുണ്ട്, ഇത്രയൊക്കെ ഉണ്ട്, അമ്പലങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാലും വിഭജനയാണ് കാണുന്നത്. ഓരോ കുടുംബമായിട്ടോ പ്രദേശികരായിട്ടുള്ള ഓരോ വിഭജനങ്ങളാണ് കാണുന്നത്. ഇവിടെ 19 കുടുംബം എന്ന് പറയുന്നത് 19 കുടുംബമായിട്ടല്ല കാണുന്നത്. അത് അനവധി കുടുംബങ്ങൾ ഒന്നായിട്ട് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു സംഭവമാണ്. അത് ആലോചിച്ച് ഇവിടെ വരുന്ന സമയത്തും നടന്നു വരുന്ന സമയത്തും കാടിന്റെ മധ്യപ്രദേശത്തു നിന്നും ഈ കൃഷികളായിട്ടുള്ള ഒരു ഭാഗത്ത് പുഴയും ഒരു ഭാഗത്ത് കുളവും അതിലുള്ളതായ വെള്ളം, ജീവജാലങ്ങളും പക്ഷികളും പറഞ്ഞ മനസ്സിലായി. അതിന്റെ നടുവിൽ തന്നെ അതിന്റെ മധ്യപ്രദേശത്ത് തന്നെ ഒരു നായന്മാരെ കുടുംബത്തിൽ നിന്നുള്ള ഒരാള് തന്റെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി കെട്ടാനുള്ള ഒരു സ്ഥലം കൊടുത്തിട്ട് ഇവിടെ ഭവ്യൊരു മണ്ഡപം, ഒരു നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു മണ്ഡപം, അല്ലെ പബ്ലിക്കിന് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതായ മണ്ഡപമാണ് ഇവിടെ കാണുന്നത്. ഇത് കേവലം 19 ഫാമിലി ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഉമ്മർകാവിൽ ഞങ്ങൾ 100 ചില്ലറ ഫാമിലികളായുള്ളത്. 100 ചില്ലറ ഫാമിലി ആയിട്ടും വാപ്പിയിൽ ഒരു നായർ സൊസൈറ്റി മാത്രമേ ഉള്ളൂ. ഉമ്മർകാവിൽ ഇന്നും നായർ സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം പറഞ്ഞാൽ ഒരു നായറുമായിട്ട് പിന്നൊരു നായർക്കുള്ളതായ ഭേദങ്ങളാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. പറഞ്ഞാൽ 10 നായർ വെച്ച് കഴിഞ്ഞാൽ 11ാമത്തെ നായർ വന്നാൽ ഞാൻ 12ാമത്തവൻ വരില്ല എന്നുള്ള ഒരു കാരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയൊരു ദുഃഖകരമാണ്. അങ്ങനത്തെ ആ സമയത്ത് ഇവിടെ ഇത്ര ആൾക്കാർ കൂടിക്കൊണ്ട് ഈ ഓരോരോ തുള്ളി ജലം കൊണ്ട് ജലാശയം നടക്കുന്നത് പോലെ തന്നെ ഓരോരോ തുള്ളി സംഭാവന കൊണ്ട് നടന്നിരിക്കുന്നതായി ഈ ഭവനത്തിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ദേവലോകത്തു നിന്നുള്ള ഭഗവാന്മാർ സഞ്ചരിക്കുന്നതായ പുണ്യമായ പവിത്ര ഭൂമി എന്ന് കാണുന്നുണ്ട്. ഇവിടെ കണ്ടിൽ തന്നെ അറിയാം. നിങ്ങൾ സ്നേഹം കൊണ്ട് തന്നെ അറിയുന്നുണ്ട്. നിങ്ങൾ പരസ്പരമുള്ളതായ ആ സ്നേഹം കൊണ്ട് തന്നെ അത് അറിയുന്നുണ്ട്. അപ്പോ നല്ലൊരു ഭാവനയോട് ജീവിക്കുന്നവർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സഹയോഗം ചെയ്തവരും അതുപോലെ തന്നെ സംഘടനയായിട്ടും ഓരോ ധർമ്മത്തിനായിട്ടും ഭജനയ്ക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ആൾക്കാരും സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരും നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരും ഒക്കെ ഉള്ള ഒരു സമൂഹമാണ് ഈ പ്രദേശത്തുള്ളത്. തീർച്ചയായിട്ടും വളരെ ഇവിടെ വന്നപ്പോൾ വളരെ ഞാൻ വന്നിട്ട് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഒരു വീട് കെട്ടി ഇവിടെ കുറച്ചു കാലം താമസിക്കേണ്ട ഒരു ഇച്ഛ എനിക്ക് ഉണ്ട്. അത്ര തീർച്ചയായിട്ടും അത്ര ഞാനില്ലത് സുള്ളിയത്ത് തന്നെയാണ്. ജാൽസൂർ എഡ്മേക്കാർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീടുള്ളത്. അവിടുന്ന് ഞാൻ 1988-89 മുംബൈ മഹാരാഷ്ട്ര പോയി. എന്നിട്ട് ഗുജറാത്ത് 99 ഗുജറാത്ത് പോയി. ഇപ്പൊ ഗുജറാത്തിൽ 24 വർഷങ്ങളായിട്ട് ഗുജറാത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഗുജറാത്തിൽ താമസിക്കുന്നുണ്ടെങ്കിലും എന്റെ ശരീരം മാത്രമേ ഗുജറാത്തിൽ താമസിക്കുന്നുള്ളൂ. എന്റെ ആത്മാവ് 24 മണിക്കൂർ എന്റെ നാട്ടിലാണുള്ളത്. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ സഞ്ചരിച്ച് ഇവിടെ എത്താനുള്ളതായ ആ ഭാഗ്യം കിട്ടുന്നത്, ആ ഒരു മനസ്സ് കിട്ടുന്നുള്ളതും. ദുർഗാകുമാർ ജോലി അനവധി പറഞ്ഞു എന്നെപ്പറ്റി ഞാൻ എന്നെപ്പറ്റി വീണ്ടും പറയണമെന്നില്ലാതെ എനിക്കാണ് തോന്നുന്നത്. പക്ഷേ മനുഷ്യനൊരു മാനവധർമ്മമുണ്ട്. മനുഷ്യൻ ചെയ്യേണ്ടതായ ഒരു ധർമ്മം
ആ മാനവധർമ്മത്തിൽ അനവധി ധർമ്മത്തിൽ ഇടപെടുന്നതായ അനവധി വസ്തുക്കളുണ്ട്. അത് ദാനമായിരിക്കും, ധാർമ്മികമായിട്ടുള്ളതായിരിക്കും, മാനവ സേവയായിരിക്കും, ഇങ്ങനെയൊക്കെ പ്രകൃതി സേവയായിരിക്കും, ഇങ്ങനെ അനവധി കർമ്മങ്ങൾ അതിലുണ്ട്. അപ്പൊ അതിൽ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാൻ ചെയ്യുന്നത്, പ്രകൃതിക്കുള്ളതായ ഒരു സേവ എന്ന് പറയാം. തീർച്ചയായിട്ടും പ്രകൃതി നാശമാകുന്നതായ സമയമാണ്, പ്രകൃതി വികോപമായിരിക്കുന്നതായ സമയമാണ്. ഈ സമയത്ത് ജലാശയത്തിന് സംരക്ഷണം ചെയ്യുന്നതും, വനങ്ങളെ സംരക്ഷണം ചെയ്യുന്നതും, ജീവജാലങ്ങളെ സംരക്ഷണം ചെയ്യുന്നതും ഇതെല്ലാം നമ്മുടെ കർത്തവ്യമായിരിക്കണം. കാരണം ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതായ കാലഘട്ടമാണ് ഇപ്പൊ നടക്കുന്നത്. മാത്രമല്ല ചൂട് അനവധി ചൂടായി. ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് എന്നത് വാട്ടർ സ്കാർസിറ്റിയും, വെള്ളം കുടിക്കാൻ വെള്ളമില്ല, ജലാശയം താഴോട്ട് വളരെ താഴോട്ട് പോകും. ബാംഗ്ലൂരിൽ വന്നിരിക്കുന്നതായ NSSന്റെ അനവധി ആൾക്കാർ ഇതിൽ ഓൾറെഡി ഉണ്ട്, അവർക്കൊക്കെ ഇതിന്റെ അനുഭവം ഉണ്ടാകും. 2000-ലധികം ഫീറ്റ് താഴേക്കാണ് വെള്ളം പോയിട്ടുള്ളത്. അപ്പോ ആ കാലഘട്ടത്തിൽ നമ്മുടെ പ്രകൃതിയെ എങ്ങനെ സംരക്ഷണം ചെയ്യണം എന്നുള്ളതായ ആ മാർഗം പിടിച്ചുകൊണ്ട് ഭാരതത്തിന്റെ 12 രാജ്യങ്ങളിൽ 122 വനങ്ങളും 32 ലക്ഷത്തിലധികം കാടുകളും നട്ട് വളർത്തി. നട്ടത് മാത്രമല്ല, അത് വളർത്തി. അതിലും എനിക്ക് എന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ നട്ടനക്കിൽ ഒരു ഭാഗ്യം, ഒരു കണക്ടിവിറ്റി എന്റെ വനത്തിനുണ്ട്. കച്ചിലുള്ളതായ സ്മൃതി വനം വിശ്വത്തിലെ വളരെ വലിയതായ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മിയാവാക്കി ഫോറസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. 5,25,000 ചെടികൾ നട്ട് ചെയ്യുന്നതായ ഒരു വനത്തിന് സംരക്ഷണം ചെയ്യുന്നതായ ഒരു ജവാബ്ദാരി എടുത്ത ഒരാളാണ് ജയകുമാർ. ഒന്ന് നിന്ന് എല്ലാവരും കാണട്ടെ ആളാണ്. വളരെ ചൂട് കാലത്ത് വളരെ ടെമ്പറേച്ചർ ഹൈ 48 ഡിഗ്രി 49 ഡിഗ്രി വരെ പോകുന്നതും, തണുപ്പ് കാലത്ത് 5-6 ഡിഗ്രി വരെയുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞ 4 വർഷങ്ങൾ കൊണ്ട് അതിനെ സംരക്ഷണം ചെയ്യുന്ന ഒരു ജവാബ്ദാരിയാണ്. എത്ര ആൾക്കാർ ഒരുമിച്ച് കൂട്ടി 2000-ലധികം സ്പ്രിംഗ്ലേഴ്സ് ആണ് ഇവിടെ നടക്കുന്നത്. 3 ലക്ഷം ലിറ്റർ വെള്ളമില്ല, 2 അണ്ടർഗ്രൗണ്ട് ടാങ്ക് സബ് ആക്കിയിട്ടാണ് പമ്പിലാണ് വെള്ളം മേലോട്ട് പോകുന്നത്. പർവ്വത പ്രദേശമാണ്, അത് നിയന്ത്രിക്കാൻ ഇത്ര ഈസി ഒന്നുമില്ല. പക്ഷെ ഓൾ ഇന്ത്യ മെയിൻ്റെനൻസ് ഹെഡ് മാനേജറായിട്ട് പ്രവർത്തിക്കുന്ന ഈ നെട്ടനയിലെ ജയകുമാറിന് ഞാൻ ഈ സമയത്ത് ധന്യവാദം. അതിന് കാരണം എന്ന് പറഞ്ഞാല് അത് ഈസി ഒന്നല്ല. ഞാൻ നട്ട് വിളപ്പിക്കാൻ നട്ടിട്ട് അവിടുന്ന് വരും ജോലിക്കാരൻ നടും, ഞാൻ മാനേജ് ചെയ്ത് ഇങ്ങനെ നടണമെന്നുള്ള ടെക്നിക്ക് കാണിച്ചു കൊടുക്കും. പക്ഷെ അതിന് കണ്ടിന്യൂസ് ആയിട്ട് മാനേജ് ചെയ്തിട്ട് വളരെ വലിയൊരു കാടാവണമെങ്കിൽ അതിന്റെ പുറകെ അനവധി ആൾക്കാരുണ്ട്. അതിലൊന്നും ഈ നട്ടണ ഭാഗത്തു നിന്നാണ്. അനവധി വേറെ പ്രദേശത്ത് നിന്ന് 10-25 ആൾ മാനേജ് ചെയ്ത് മോപ്പായ എയർപോർട്ടിൽ, ഗോവ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ 55,000 ചെടികൾ നട്ടത് അതും ഞാൻ തന്നെയാണ്. അതും ഒരാൾ നമ്മുടെ മലയാളി കാസർഗോഡ് നിന്നാണ് അത് മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ രാജസ്ഥാൻ പാലി രാജസ്ഥാനിൽ കാടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്നുള്ളത്. അത് എങ്ങനെ ചെയ്തു എന്നാണ്. അവിടുത്തെ ഗ്രാമപ്രദേശത്തെ ആൾക്കാരും ഇവിടെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എന്തിനാ വെറുതെ കാശ് മുടക്കുന്നതെന്ന് പറഞ്ഞ് ചിരിച്ച സ്ഥലത്താണ് ചെയ്യുന്നത്. 1 ലക്ഷത്തിൽ ചില്ലറ വടം അവിടെ നട്ടു. കാട് നട്ടിട്ടായി വളരുന്നുണ്ട്. അവിടെ 32,000 ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 1,32,000 അവിടെ സാധാരണ 100 ഹെക്ടറിൽ 11 ലക്ഷം ചെടി നടാനുള്ള പ്ലാനാണ് നടത്തുന്നുള്ളത്. കച്ച് സ്മൃതി വനത്തിൽ സെക്കൻഡ് കേസിൽ ഇനിയും 12 ലക്ഷം നടാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ പ്ലാനിങ് മൊത്തം ആദരണീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങളത് ആ പ്രോഗ്രാം കയ്യിൽ കിട്ടിയ ഉടനെ അതും ചെയ്യും. അപ്പോ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഇല്ലൊരു മാർക്ക് എന്നും പെർമനന്റ് ആയിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ദുർഗാകുമാർജി ഓൾറെഡി അനവധി ഉല്ലേഖം ചെയ്തു, പ്രശംസകൾ എവിടെ നിന്നൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. ഈ നാട്ടിലേക്കുള്ള ഒരു സന്തോഷം ഞാൻ പറഞ്ഞു. വളർന്നത് ഈ നാട്ടിലാണ്. 4 വർഷ പ്രായമുള്ളപ്പോൾ കാസർഗോഡ് നിന്ന് ജനിച്ച് 4 വർഷ പ്രായമുള്ളപ്പോൾ സുള്യത്തുനിന്ന് അങ്ങോട്ട് പോയി. പക്ഷെ ഈ നാട്ടിലേക്കുള്ള ഒരു ബന്ധമില്ല. അതുകൊണ്ട് സന്തോഷ വാർത്ത എന്ന് നിങ്ങൾക്ക് അറിയിക്കണം എന്നുള്ളൊരു മനസ്സ് എനിക്ക് ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പേ മഹീന്ദ്രയുടെ ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ എന്റെ ഫോട്ടോവും എന്റെ വീഡിയോ ഇട്ടിട്ട് ഒരു പ്രശംസയായിരുന്നു. ആനന്ദ് മഹീന്ദ്ര പ്രശംസ എന്ന് പറയുമ്പോൾ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതിനേക്കാളും വലിയൊരു അച്ചീവ്മെന്റ് നമുക്കില്ല. ഇദ്ദേഹത്തിന് US അമേരിക്ക സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു നിയന്ത്രണം ചെയ്യാതെ, അതല്ലാതെ താരിഫ് ഹൈക്ക് ചെയ്യുന്നതായ സമയത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ സമയത്ത്
നമ്മളെ ഭാരതദേശത്തിൽ ഒരു അനക്കവും ഇല്ലാതെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് വനമുണ്ടാക്കുന്ന ഒരു വ്യക്തി, ഇങ്ങനത്തെ ഒരാൾ പേര് വെച്ചിട്ട് ഡോക്ടർ ആർ നായർ എന്നൊരു വ്യക്തി ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. മിയാവാക്കി ഫോറസ്റ്റിനെ പറ്റി എനിക്കറിയാം, പക്ഷെ ഇങ്ങനത്തെ ഒരു വ്യക്തി നമ്മൾ ഈ ദേശത്തിലുണ്ട്. തീർച്ചയായിട്ടും ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ ഭാരതത്തിന്റെ ഹീറോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കാർഡിന്റെ സ്മൃതിവാദത്തിന്റെ ഒരു വീഡിയോ അറ്റാച്ച് ചെയ്ത് വളരെ വൈറലായിട്ട് എത്രയോ ദേശത്തു നിന്നായിരുന്നു 2 ദിവസം കൊണ്ട് പാടുക വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നമുക്ക് മലയാളികൾക്ക് നായന്മാർക്ക് വലിയൊരു ക്രെഡിറ്റാണ്. ഇതിനേക്കാളും വലിയ ക്രെഡിറ്റ് വേണമെന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നായന്മാർക്ക് ഒരു ഗുണങ്ങളുണ്ട്, ഒരു വിശേഷ ഗുണങ്ങളുണ്ട്. ഒരു ഭാഗത്തുനിന്ന് ധാർമ്മികമായിട്ട് ബ്രാഹ്മണന്റെ രക്തത്തിന്റെ അംശമുള്ളവരാണ് നമ്മൾ നായന്മാർ. പിന്നൊരു ഭാഗത്തുനിന്ന് ദ്രാവിഡ മഹിളയുടെ രക്തത്തിന്റെ അംശമുള്ളവരാണ്. അപ്പൊ കൃഷിയും വനങ്ങളും ജലജാലങ്ങളും ജീവികളും ആയിട്ടുള്ള ബന്ധം, അതല്ല പിന്നൊരു ഭാഗത്തുനിന്ന് ധാർമ്മികമായിട്ടുള്ള ഒരു ബന്ധം. ഈ 2 ബന്ധം രക്തത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പങ്കടമാണ് ഈ നായിമാരെന്ന് പറഞ്ഞത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിലുള്ളതായ ഗുണങ്ങൾ മറ്റവരെ നമുക്ക് ഈസിയായിട്ട് അത്ര വേഗം കാണാൻ കിട്ടില്ല. അങ്ങനെ എന്ന് പറഞ്ഞ് മറ്റവരങ്ങനെ അല്ലേ എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ജാതിയും മതവും ഭാഷയും എന്ന് പറഞ്ഞ് കലഹങ്ങൾ ഉണ്ടാക്കുന്നത് ചെയ്യാത്ത കണ്ട് മനുഷ്യന്മാരും ജീവജാലങ്ങളും പ്രകൃതിയും എന്ന് പറഞ്ഞ് സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ പ്രകൃതി വികോപം എന്നും ഉണ്ടാകുകയില്ല. ഇല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം കിട്ടിയില്ല, ശ്വാസത്തിന് വേണ്ടി നല്ല കാറ്റ് കിട്ടിയില്ല, മണ്ണ് നശിപ്പിച്ചു പോകും. ഇങ്ങനെയൊക്കെ ദുരന്തങ്ങൾ വരും. അനവധി ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വയനാട്ടിൽ ദുരന്തം നമ്മൾ കണ്ടു, ശിരൂർ കണ്ടു. അത് മാത്രമല്ല, ഏപ്രിലില് ബീഹാറിൽ ജലപ്രളയം. എവിടെ ആരോട് പറയാൻ പോകും? ഏപ്രിലിൽ ജലപ്രളയം എന്ന് പറഞ്ഞാൽ ആൾക്കാർ അതിശയപ്പെടുന്ന ഒരു സംഭവം. അപ്പോ ഇനി വരുന്ന കാലഘട്ടം 2030 കഴിഞ്ഞാൽ വളരെ ദുരന്തങ്ങൾ വരുന്നതായ സമയമാണ്. വളരെ ദുരന്തങ്ങൾ വരുന്നതായ സമയമാണ്. ജീവിക്കുന്ന സമയത്ത് ഭൂമിയിലുള്ളതായ ജീവജാലങ്ങളിൽ ജീവിക്കാൻ വിട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക. അതിനെ ഉപദ്രവിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ വെച്ചു, ഈ സ്ഥലത്തിന്റെ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും നായിമാർ മാത്രമല്ല മറ്റ് സമൂഹങ്ങളും ചുറ്റുപാടുള്ളവർ ഒരുമിച്ചിട്ട് ജീവിക്കുന്നതാ കണ്ട് എനിക്ക് എനിക്ക് വന്നതായ ഇച്ഛ, എന്താ പറയാ, ആ സന്തോഷത്തിനെ ഞാൻ എന്നും മറക്കാൻ പറ്റില്ല. നമ്മൾ ഒരുമിച്ചിട്ട് ഒരു മുസ്ലിം സമുദായവും ഇവിടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹം എന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞത് കേട്ട് വളരെ സന്തോഷമായി. അനവധി വർഷങ്ങളായിട്ട് കേരളത്തിൽ ഒരു ഭാഗത്തുനിന്ന് ഇവിടെ വന്നിട്ട് നായന്മാർ ഒരുമിച്ചിട്ട് ഞങ്ങൾ ജീവിക്കുന്നത് ഒരു സന്തോഷം. അത് നമ്മൾ അനവധി വെജിറ്റബിൾ ഒരുമിച്ച് ഉണ്ടാക്കുന്നതായ കറി, അവിയൽ എന്ന് പറയുന്നതായ കറി പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് കണ്ടപ്പോ ഇവിടെ ഉണ്ട് ആ ചേച്ചി ഇവിടെ തന്നെ. വളരെ ഒരു സന്തോഷമാണ്. നമ്മളിപ്പോ ആ ധർമ്മം ഈ ധർമ്മം പറഞ്ഞുകൊണ്ട് അടിയും കുട്ടിയും ഉണ്ടാക്കുന്ന സമയമാണ്. അങ്ങനത്തെ സമയത്ത് ഇങ്ങനെ ജീവിക്കുന്നതാണ് നമുക്ക് വേണ്ടത്. ശരിയായ ഭഗവാന്റെ ആരാധന അതാണ്. ഇത് തന്നെയാണ് ഭഗവാന്റെ ആരാധന. ആത്മനെ പരമാത്മ എന്നാണ് പറയുന്നത്. ആത്മത്തിൽ തന്നെ പരമാത്മനെ കാണില്ല, പ്രകൃതിയിൽ തന്നെ പരമാത്മനെ കാണില്ല. വൃക്ഷത്തിൽ മൂലത ബ്രഹ്മ മധ്യമാ വിഷ്ണു അന്തമാ ശിവ എന്ന് പറയുന്നത്. അതിൽ ഒരു വൃക്ഷത്തിൽ തന്നെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. അപ്പോ പ്രകൃതിയെ സംരക്ഷണം ചെയ്യുന്ന അധികാരം നമുക്ക് എല്ലാവർക്കും വേണം, ആ കർത്തവ്യം എല്ലാവർക്കും വേണം. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചു എന്നിട്ട് വിളിച്ചത് മാത്രമല്ല, എനിക്ക് നല്ല ഒരു അഭിമാനം ഇവിടെ നിങ്ങൾ തന്നു. അതിന് ധന്യനാണ് ഞാൻ. സന്തോഷിച്ചു. എന്റെ ആത്മത്തിന് സന്തോഷമായി കഴിഞ്ഞാൽ അത് ആ ഭഗവാനുള്ള സന്തോഷമാണ്. ഇവിടുത്തെ NSS വീണ്ടും എന്നെ നന്നായിട്ട് വളരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 കുടുംബമുള്ളത് 190 കുടുംബങ്ങളാകട്ടെ, 1900 കുടുംബങ്ങളാകട്ടെ, എന്നിട്ടും അത് ഒരു കുടുംബമായിട്ട് ജീവിക്കട്ടെ. സ്നേഹം പരസ്പരം ഒരാൾ ഇന്നൊരാൾക്ക് കൊടുക്കുക. ധനം ശാശ്വതമല്ല, പക്ഷെ സ്നേഹം ശാശ്വതമാണ്. പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് എല്ലാവരും ജീവിക്കണം എന്നുള്ളൊരു ഭാഷ അതിൽ ഒരുമിച്ച് ആ സന്ദേശം തന്നുകൊണ്ട് എനിക്ക് നിങ്ങൾ തന്നിരിക്കുന്നതായ ഈ 2 ശബ്ദത്തിന്റെ ആ സമയത്തിന് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ട്രാവലിംഗ് കുറേ എനിക്ക് മറ്റൊന്ന് പിന്നെ കച്ച് പോകണം, പിന്നെ രാജസ്ഥാൻ പോകണം, പിന്നെ പശ്ചിമ ബംഗാൾ പോകണം, ഡൽഹി പോകണം, പിന്നെ കേരളം പോകണം. അനവധി ട്രാവലിംഗുകൾ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് എനർജി എനിക്ക് സേവ് ചെയ്ത് വെക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവരും രാവിലെ തൊട്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ 2 വാക്കുകളിലേക്ക് നിർത്തുകയാണ്. NS എന്റെ ശബ്ദത്തിന് വിരാമം കൊടുക്കുകയാണ്. ജയ് ഹിന്ദ്. അസ്തു. വൃക്ഷോ രക്ഷതി രക്ഷിത, വൃക്ഷോ രക്ഷതി രക്ഷിത, വൃക്ഷോ രക്ഷതി രക്ഷിത. എല്ലാവർക്കും
നാളെ ഒരു നല്ലൊരു ദിനമാണ്. എല്ലാ കുടുംബങ്ങൾക്കും എൻ്റെ വിഷു ആശംസകൾ. എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും ആരോഗ്യവും ഒക്കെയുള്ള ഒരു പുതുവർഷമാവട്ടെ നാളെ മുതലുള്ളത് എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇന്ന് നെല്ലിയാടിക്കര യോഗത്തിന്റെ രണ്ടാമത്തെ ബിൽഡിംഗ് ഇനോഗ്രേഷൻ ചെയ്തതിൽ വളരെയധികം സന്തോഷം. കാരണം ബാംഗ്ലൂരിലെ ഏകദേശം 1600-700 പരം കുടുംബാംഗങ്ങളുള്ള ഓരോ കാര്യയോഗങ്ങളിലും സാധിക്കാത്തത് 19 കുടുംബാംഗങ്ങൾ മാത്രം ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു മഹാസമൂഹം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ്. കാരണം നായന്മാർ വിചാരിച്ചാൽ എന്ത് സാധിക്കുമെന്നൊരു തെളിവാണ്. കാരണം കേരളത്തിൽ ജനിച്ചതാവാം പലവരും, പല കുട്ടികളും കർണാടകത്തിൽ ജനിച്ചതാവാം. പക്ഷേ നമ്മുടെ ജീവിതമാർഗം തേടി ഞങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ മുൻപേയുള്ള തലമുറകളാവട്ടെ കർണാടകത്തിൽ വന്ന് കർമ്മഭൂമി കർണാടകത്തിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരെയും ഒന്നായിട്ട് കൊണ്ടുപോകാൻ, ഒരു മനസ്സായി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിയായിരിക്കുന്ന ആ ഫോട്ടോയിൽ കാണുന്ന ആളുണ്ടോ? നിങ്ങളൊക്കെ സ്ഥലത്തുണ്ടോ അല്ലേ? നിങ്ങളുടെ ആ മഹാ മനസ്സ് ഒരു സ്ഥലം വിട്ടുകൊടുക്കാനുള്ള മനസ്സ് അദ്ദേഹം കാണിച്ചു തരുന്നതിൽ ആ നായരുടെ മനസ്സ്, ആ ഒരു മനുഷ്യന്റെ മനസ്സിൽ എത്രമാത്രം നായർ കുടുംബത്തോടുള്ള ഒരു ബാധ്യത, റെസ്പെക്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഭഗവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കുടുംബത്തിനും സർവൈശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരവസരത്തിൽ എനിക്കൊരു കർണാടക നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഒരു കാര്യം എനിക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാൻ. ഞാൻ എന്റെ പ്രതിഷേധമല്ല, എന്റെ അഭിപ്രായം ഞാൻ ബഹുമാനപ്പെട്ട രഘുനാഥ് മാസ്റ്ററോട് പറഞ്ഞു. ഇന്ന് നമ്മളെല്ലാം കൂടിയിരിക്കുന്നത് നെല്ലിയാടി കരയോഗത്തിന്റെ കുടുംബാംഗങ്ങളായിട്ടാണ്. അപ്പോൾ ഞാൻ ആ TV-യിൽ കണ്ട ഇതിന്റെ അനുബന്ധിച്ചിട്ട് പറയാണ്, കർണാടക